ഡോക്ടറെ MOH ലൈസൻസിനായി പ്ലാൻ ചെയ്യുവാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ MBBSൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ജനറൽ പ്രാക്ടീഷണേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റിനെയും കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടും കാണണം. ഓരോ പോയിന്റും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. MOHന് മെയിനായിട്ടും ഫസ്റ്റ് സ്റ്റേജ് ക്രെഡൻഷ്യലിംഗ് ആണ്. നമ്മുടെ SLC തൊട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നമുക്ക് ക്രെഡൻഷ്യലിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടി വരും. SLC +2, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇന്റേൺഷിപ്പ്, എല്ലാ വർഷത്തെ മാർക്ക് ഷീറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, ഫോട്ടോ, പിന്നെ MD ആണെങ്കിൽ റെസിഡൻസി പ്രോഗ്രാം, നമ്മുടെ MDയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, അങ്ങനെയുള്ള ഫുൾ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ക്രെഡൻഷ്യലിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടി വരും. അതിനുശേഷം മാത്രമാണ് ക്രെഡൻഷ്യൽ അപ്രൂവ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് ഡാറ്റ ഫ്ലോ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് MOH എന്ന് പറയുമ്പം എല്ലാം ഈ പേയ്മെൻറ്റ് ലിങ്ക് ത്രൂ ഉള്ളൊരു പ്രോസസ്സിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സാർ പറഞ്ഞ പോലെ ആദ്യം ക്രെഡൻഷ്യൽസിൻ്റെ ടൈമിൽ മാത്രമേ ഡോക്യുമെൻസിൻ്റെ ഒരു അപ്ലോഡിങ് വരുന്നുള്ളൂ. വൺസ് ക്രെഡൻഷ്യൽസ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പേയ്മെൻറ്റ് ലിങ്ക് വരും ഡേറ്റ ഫ്ലോയുടെ. അപ്പോൾ നമുക്ക് ഈ ഡേറ്റ ഫ്ലോയുടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിങ് എന്തായാലും സ്റ്റാർട്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ID ആക്ടിവേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് വരുന്നുണ്ട്. വൺസ് എക്സാം ID ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ എക്സാമിനേഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ എക്സാം എഴുതുന്നതും ഈ ID ആക്ടിവേറ്റ് ആവുന്നതും ഈ ഡേറ്റ ഫ്ലോ കഴിഞ്ഞിട്ടേ ചെയ്യാവുന്നില്ല. എലോങ് വിത്ത് ഡേറ്റ ഫ്ലോയുടെ കൂടെ തന്നെ പാരലലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും വേസ്റ്റേജ് ഓഫ് ടൈം നമുക്ക് കുറയുകയാണ്. പിന്നെ എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരു കോച്ചിങ് എടുത്തിട്ട് എക്സാം എഴുതുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ കോച്ചിങ്ങിനെ കുറിച്ചൊന്ന് അപ്പം ഡോക്ടേഴ്സിൻ്റെ കോച്ചിങ് ആക്ച്വലി നമുക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പെഷ്യലിസ്റ്റിന് ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് കോച്ചിങ് ഇല്ല, പക്ഷേ നിങ്ങൾക്ക് മെറ്റീരിയൽസിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് MBBSൻ്റെ ഡോക്ടേഴ്സ് GP കാറ്റഗറി ആകുമ്പോൾ ഒരു 40 to 45 വർക്കിംഗ് ഡേയ്സിൻ്റെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. വൺസ് നിങ്ങൾ കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആപ്പിൻ്റെ ആക്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആപ്പ് ത്രൂ ആയിരിക്കും കോച്ചിങ് വരുന്നത്. അതിൽ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും, പിന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എടുത്ത് നോക്കാം, ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ കാണും. സോ ആ ഒരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. വൺസ് അത് ഈ ഒരു 45 വർക്കിംഗ് ഡേയ്സോളം അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിനേഷനിലോട്ട് പോകാം. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ കിട്ടാതെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ മാക്സിമം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവാൻ പറ്റുന്ന രീതിയിലാണ് ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തേക്കുന്നതും കോച്ചിങ് പാറ്റേണും വരുന്നത്. കോച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാമിൻ്റെ കൂടെ തന്നെ നമുക്ക് എംബസി അറ്റസ്റ്റേഷനും കൂടെ പാരലൽ ചെയ്ത് പോകാൻ പറ്റും. എംബസി അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഏതാണ് ഹൈസ്റ്റ് ക്വാളിഫിക്കേഷൻ, MD ആണെങ്കിൽ MD, ഡിഗ്രി MBBS ആണെങ്കിൽ MBBS, അതിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, MD ആണെങ്കിൽ MBBSും MDയുടെയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റേഷനാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇപ്പോൾ ആ ടൈമിൽ കൂടെ തന്നെ നമുക്ക് എക്സാം എഴുതി പാസ്സാവാൻ പറ്റും. ബാക്കി സെക്കൻഡ് സ്റ്റേജ് ക്രെഡൻഷ്യലിംഗ്സ് അതെ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ പ്രോസസ്സ് വൺസ് എക്സാമിനേഷനും എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. നമുക്കിപ്പം DHAയിലൊക്കെ എലിജിബിലിറ്റി ലെറ്റർ കിട്ടുന്ന പോലെയാണ് MOHന് ഇവാലുവേഷൻ ലെറ്റർ വരുന്നത്. അത് എല്ലാ പ്രൊഫഷണൽസിനും ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിനാകുമ്പം ആ ഒരു ഇവാലുവേഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ലെറ്ററുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മൈഗ്രേറ്റ് ചെയ്യാം. MOH എന്ന് പറയുമ്പം 5 എമിറേറ്റ് വരുന്നുണ്ടല്ലോ, ഷാർജ, ഫുജൈറ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, അജ്മാൻ, ഈ 5 എമിറേറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് എമിറേറ്റിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ലൈസൻസിങ്ങും കാര്യങ്ങളും നിങ്ങളുടെ എംപ്ലോയർ ആയിരിക്കും ചെയ്തു തരുന്നത്. അപ്പോൾ ഡോക്ടേഴ്സിന് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഡോക്ടർ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ MDക്ക് ശേഷം റെസിഡൻസി പ്രോഗ്രാം എന്ന് പറഞ്ഞു, അതൊരു അതെ. അപ്പോൾ MDS സ്പെഷ്യലിസ്റ്റ് ഡെന്റൽ സ്പെഷ്യലിസ്റ്റിനാണ് MDSന് ശേഷം റെസിഡൻസി പ്രോഗ്രാം വരുന്നത്. ഇതിൽ നമുക്ക് MD എന്ന് പറയുമ്പം അല്ലെങ്കിൽ MS ചെയ്തിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആകുമ്പം അവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള MBBSും പിന്നെ ഹയർ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനും കൂടെ വെരിഫൈ ചെയ്യണം. പിന്നെ MBBS മാത്രം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ MBBSന് ശേഷമുള്ള ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി ആയിട്ട് വെരിഫൈ ചെയ്യുക. അതാണ് അതിലൊരു അപ്ഡേഷൻ വരുന്നത്. ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് അവർക്കും കിട്ടും. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടിയാൽ അതും ഞങ്ങളെ അറിയിക്കാം. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ അപ്ഡേറ്റുകൾ ഉള്ളതെന്നുള്ളത് കമൻറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞങ്ങൾക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും ഞങ്ങൾക്ക് കമൻറ്റിൽ റിപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളെ.
പിന്നെ MOHൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, രജിസ്ട്രേഷന് ശേഷമുള്ള എക്സ്പീരിയൻസേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ MBBS ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷന് ശേഷമുള്ള 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വേണം. സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ ആ MDക്കോ MSനോ ശേഷം ഉള്ള 3 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും എടുക്കുന്നത്. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പം ശരിക്കും ഇതൊരു എക്സ്പീരിയൻസ് കോമ്പണൻ്റ് ആയിട്ടാണ് ഇന്റേൺഷിപ്പ് പോകുന്നത്. എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടത്തൊന്നുമില്ല, എക്സ്പീരിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യത്തേ ഇല്ല. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് സെക്ഷനിലാണ് നമ്മൾ ഇന്റേൺഷിപ്പിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഫീൽഡ് ഇല്ല, അതും ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ മെഡിക്കൽ കൗൺസിൽ ത്രൂ അപ്ലൈ ചെയ്ത് ഗുഡ് സ്റ്റാൻഡിങ് എടുക്കുക. ഇതെല്ലാം ഡേറ്റ ഫ്ലോ ചെയ്യുന്നതിനും ക്രെഡൻഷ്യൽസ് ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സാണ്. ഗുഡ് സ്റ്റാൻഡിങ് കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ നമ്മൾ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഒബ്റ്റൈൻ ചെയ്തിരിക്കുന്നത് ആ സ്റ്റേറ്റിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് വേണം. ആ എക്സ്പീരിയൻസ് രജിസ്ട്രേഷന് ശേഷവും ഉള്ളതായിരിക്കണം. എങ്കിലേ MOHൽ നിങ്ങൾക്കൊരു സക്സസ്ഫുള്ളി പ്രോസസ്സിങ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് MOH ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ സ്പെഷ്യലിസ്റ്റിൻ്റെയും അപ്ഡേറ്റ്സ് നമുക്ക് പറയാനുള്ളത്. ഇനി ഡെൻറ്റിസ്റ്റിനായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഡോക്ടർ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന സന്തോഷമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ ഓളും കൂടെ പ്രസ് ചെയ്യണം. ഓക്കെ, സോ താങ്ക് യു ഓൾ, ബൈ. അപ്പോൾ നമുക്ക് ദുബായ്